ബോളിവുഡിൽ നിന്ന് വീണ്ടും ഒരു മാസ് ആക്ഷൻ പടം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജാട്ട്. സണ്ണി ഡിയോൾ കുറെ നാളുകൾക്ക് ശേഷം, കുറെ നാൾക്കല്ലെന്ന് തോന്നുന്നു അല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല, അതിന്റെ മീനിങ് അറിഞ്ഞില്ല. ജാട്ട് എനിക്ക് തോന്നുന്നു എന്തോ ഒരു കൾട്ടാന്ന് തോന്നുന്നു അവിടുത്തെ. എടാ മറ്റേ ഇതില്ലടാ, ആ ഒരു അർബൻ ലെജൻഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ. ജാട്ടാന്ന് പറയത്തില്ല, സൈസാന്നോ അങ്ങനെ എന്തോ. ഞാൻ വിചാരിച്ചു മറ്റേ അറിയത്തില്ല കേട്ടോ, ആരും തോന്നുന്നു ഒരു ജാതി ഇല്ലേ, അങ്ങനെ എന്തോ ഒരു സംഭവം ആടാ ഈ പഞ്ചാബ്, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതാ അങ്ങനെ എന്തോ ഒരു റിലേറ്റഡ് ഏരിയ വൈസ് എന്തോ ഒരു സംഭവം. ഇത് ആക്ച്വലി ഡയറക്റ്റ് ചെയ്യുന്ന ആള് നമ്മുടെ ഗോപിചന്ദ് മലിനി എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. പുള്ളി നമ്മുടെ ബാലയ്യയുടെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു പടം ഇറങ്ങിയിരുന്നു, വീരസിംഹ റെഡ്ഡി, അതിന്റെ ഡയറക്ടറാണ്. അത് ഹിറ്റോടാണ് അല്ലേ? സന്നിധികളെ കണ്ട് താങ്കളിൽ ഞാനൊരു ബാലയെ കാണുന്നു. പുള്ളിക്ക് പറ്റും, പുള്ളിക്ക് അങ്ങനെ സാധനം ഇച്ചിരി മാസമാണ്. ഒന്ന് കണ്ടോ ട്രെയിലർ ചേട്ടാ, ജാട്ട് ട്രെയിലർ. രൺദീപ് കൂടെ ഉണ്ടല്ലേ, അവര് തന്നെ പ്രൊഡ്യൂസ്. തെലുങ്ക് മീഡിയ അതൊന്നും തെലുങ്കല്ല, മൈത്രി അല്ലേ മറ്റേ പുള്ളിയുടെ തെലുങ്ക് ആളാ. തമനാണല്ലോ. അമ്മ പിന്നെ ബാലയുടെ സ്വന്തം ആളല്ലേ? അതെ. പോർഷ് അമ്പോ, ഇത് മറ്റേ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട്. ഓ മറ്റേ പുള്ളി അടിപൊളിയല്ലേ? രാമനാണ് അല്ലേ? തെലുങ്ക് പടം അല്ലേ? ആക്ടേഴ്സ് മാറുന്നുള്ളത്. റജിന കസൻ നല്ല രസമുണ്ടല്ലോ. ഡൽഹി അടിക്കല്ലേ? जान की कीमत जान कर गई, जान को जोखिम में डालने वाला. ഓ ആണ് വണ്ടിയൊക്കെ പിടിച്ചു കൊടുക്കണം. ओ मैं जाट हूं. കൊറിയറിലൊന്നാണ് तेरी लंका को यही ठोक दूंगा. आजा, I am waiting. नॉर्मल आइटम नहीं है. എന്റെ അളിയാ, ഞാൻ പറഞ്ഞില്ല വെപ്പൺ പുതിയ സാധനം ഇറക്കുക. आइटम बॉम्ब है. അളിയാ മ്യൂസിക് കേട്ടോ, മാസ്റ്റർ. हाथ की ताकत पूरा नॉर्थ देख चुका है. ഇപ്പൊ സൗത്തും കാണുന്നതാണോ? अब साउथ देखेगा. സൗത്ത് നല്ല, പക്ഷെ സബ്ടൈറ്റിൽ കളിച്ചത് നിങ്ങളവിടെ പോണേ. അത് 10-ാം തീയതി. 10-ാം തീയതി തിയേറ്റർ കത്തിക്കും. ഇന്ത്യ മുഴുവൻ കത്തുക. 10-ാം തീയതി ഇപ്പൊ ആലപ്പുഴ ജിംഖാന, മറ്റേ പടം മമ്മൂട്ടിയുടെ ബസൂക്ക, ജാട്ട്, എന്തൊക്കെയല്ലേ. മറ്റേ ഇതാ മാരത്തോണ. ജിംഖാന കുറച്ച് പേരെ ഇടിച്ചല്ലേ വീഴ്ത്താൻ പോകുന്നത്. ഞാൻ ഫാനൊക്കെ അത് ഈ ഫാൻ എങ്ങനെ കറങ്ങുന്നത്? അല്ല, ഒറ്റയ്ക്ക് വന്ന് ഇടിച്ച് ഗ്രാമമൊക്കെ തീർത്തിട്ട് പോകുന്നല്ലേ? 5 പേര് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടേ 5-6 പേര് ഒരുമിച്ച് ഇങ്ങനെ അല്ലടാ, അത് ഡാൻസിന്റെ സ്റ്റെപ്പ് പോലും ഉണ്ടല്ലോ ഇങ്ങനെ കറക്റ്റ്. തെലുങ്ക് പടത്തിൽ കുറച്ചധികം ഓവർ സ്റ്റണ്ടുള്ള സാധനമാണ്. പണ്ട് പഴയ മഗധീരയിൽ തുടങ്ങിയ സാധനം. അത് 2 പേര് കുന്തത്തെ കോർത്ത് ഇങ്ങനെ പോയി, അത് അവിടെയാ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്ന അത് രാം ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു പീറ്റർ ഹെയിൻ ടു രാം ലക്ഷ്മൺ, അവരാണ് ഈ സാധനം തുടങ്ങിയത്. ഫൈറ്റ് ചെയ്തേക്കുന്നത് ആരാന്ന് കണ്ടില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇഴഞ്ഞിങ്ങനെ ചേട്ടാ, ഇത് മാസാണ് ചേട്ടാ, അത് അങ്ങനെ എടുക്കണം. നിങ്ങളവിടെ പോണേ ഇപ്പൊ ചായ പിടിച്ചിട്ട് ഒരേപോലെ തൊപ്പിയൊക്കെ ഇങ്ങനല്ലേ?
കറക്റ്റ് യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങി പോവാ. പക്ഷേ ഇത് തമ്മൻ ഇങ്ങനെ അറിയാം, തമ്മൻ BGM ഇട്ട് കത്തിക്കും. പക്ഷെ കത്തിച്ചു തരും കേട്ടോ, കത്തിച്ചു തരും. അത് കാരണം തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊരു നോർത്ത് ക്രൗഡിന്റെ കൂടെ നമ്മൾ ഈ പടം കാണാൻ ഇരിക്കുവാണെങ്കിൽ ഒരു വൈബാ. കാരണം നമ്മൾ പറയാം ബാലയുടെ പടം തിയേറ്ററിൽ പോയി കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ തമനുണ്ടോ, മ്യൂസിക് തമനാണ് ചെയ്യുന്നതെങ്കിൽ തിയേറ്ററിൽ ഓക്കെ ഒരു പരിധി വരെ ഹൈപ്പ് കൊടുക്കുന്നില്ല. സണ്ണി ദിയോളിന്റെ ഇതിനകത്തെ സംസാര രീതിയെ പുള്ളിയെ ഈ മിമിക്രിക്കാര് അവതരിപ്പിക്കും. ആ ഒരു സ്റ്റൈല പുള്ളി റെഗുലർലി സംസാരിക്കുന്ന രീതിയല്ല, ടോൺ അതോ നമ്മുടെ ബാലയെ സംസാരിക്കുന്ന തന്നെ പറയുന്നില്ല അതേപോലെ തന്നെ. മറ്റേ ഈ മിമിക്രിക്കാര് പുള്ളിയെ ഒരു ഇച്ചിരി കാരിക്കേച്ചറിഷ് ആയിട്ട് അവതരിപ്പിക്കും. ആ ടോണിലാണ് പുള്ളി ഇപ്പൊ ഒറിജിനലി സംസാരിക്കുന്നത് ഈ ട്രെയിലറിനകത്ത്. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ഹാർഡാക്കത്തില്ല. പുള്ളി ഒരു ഹിറ്റ് കഴിഞ്ഞ് വരുമല്ലോടാ, ഏതൊരു പടത്തിന്റെ ബോർഡർ 2 വരുന്നുണ്ട്. അല്ല അതിനു മുമ്പ് ഒരു ഹിറ്റിലായിരുന്നു ഒരു മറ്റേ പാകിസ്ഥാനി പാടിയൊക്കെ വെച്ചത്. അതിന്റെ പേര് സർദാർ അതെന്തോ പഴയ പടത്തിന്റെ മറ്റേ പടം മനസ്സിലായി. അമീഷ പടലൊക്കെ ഒരു പഴയ പടം ഉണ്ടല്ലോ അതിന്റെ. അല്ല ഇത് മറ്റേ കഴിഞ്ഞ വർഷം ഭയങ്കര ഹിറ്റാണ് ഗദർ 2. അതും ഇതുപോലെ തന്നെ അതിനകത്തും ഈ പരിപാടി കുറച്ച് ഇതാണ്. അതെന്തോ 400 കോടി എന്തോ കളക്ട് ചെയ്തായിരുന്നു വലിയ ഹിറ്റാ. പഴയ പോലെ 500-600 അടിക്കുന്നില്ലേ എന്ത് പടം, ടൈം എടുക്കുന്നുണ്ട് കളക്ഷൻ. സംഭവം വേണ്ടേ, സാധനം ഇല്ല, സ്റ്റഫില്ല. ഇപ്പൊ ഇത് കണ്ട പടമൊക്കെ ചെയ്യാൻ തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ആൾക്കാരെ വിളിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പൊങ്ങുന്നില്ല. അവരുടെ 691 കോടി ഗദർ ഭയങ്കര ഹിറ്റല്ലടാ. പക്ഷെ നമുക്ക് ഡയറക്ടർ എന്തോ പേരാണ്, അനിൽ എന്തോ സംഭവം, അയാള് അത്യാവശ്യം അതിനകത്ത് ചുറ്റിക ഇത് അത് തന്നെ മറ്റേ ഇപ്പൊ ഈ കണ്ട പോലെ തന്നെ ഒറ്റ ഒരു ചുറ്റിയൊക്കെ അടിക്കുമ്പോൾ 10 പേര് തെറിച്ചു പോകുന്ന സീൻ തന്നെ. അമ്മിക്കല്ലോ എന്തൊരു സാധനം മറ്റേ ഫാൻ ഇഡലി തുടങ്ങിയതാ പുള്ളി. പക്ഷെ ഇവര് ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് കാണാൻ നല്ല രസമാണ്. നല്ല വിഷ്വലി നല്ല ലൈറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര വൃത്തിയായിട്ട് ഓരോ ഷോട്ടും അല്ല ഓരോ ഷോട്ടിനുവേ ഇപ്പൊ നമ്മുടെ ചുമ്മാ എന്നാ ഒരു സാധനം എടുക്കുക അങ്ങനെയല്ല, എല്ലാം നല്ല വൃത്തിയായിട്ട് കമ്പോസ് ചെയ്ത് അതിനൊരു ടൈം എടുത്ത്. അതാണ് ശരിക്കും ഇവര് തെലുങ്കില് ഈ മാസപടങ്ങൾ ചെയ്യുന്നവര് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെലുങ്കിലെ മാസപടം കണ്ടാൽ മനസ്സിലാവും. അത് എക്സൈറ്റ്മെന്റ് അതാ കാരണം അത് ഷൂട്ട് ചെയ്യുന്നതിൽ അവർ ഭയങ്കര വൃത്തിയാണ്. അത് വളരെ എഴുത്തില് ഒന്നുമില്ല, എഴുത്ത് വേണ്ട, നമുക്ക് കണ്ടാൽ മതി. ഷൂട്ട് ചെയ്ത് പകുതി ആകുമ്പോഴാണ് റൈറ്റർ വിളിച്ചു പറയും സാർ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു, ഇനി അവിടെ ഇരുന്നോ. ഞങ്ങൾ ഷൂട്ട് തീരാറായി. അപ്പൊ ക്ലൈമാക്സ് ഞാൻ ഇഷ്ടം ക്ലൈമാക്സിൽ 10-400 പേര് അടിക്കുന്നു, അത്രേ ഉള്ളൂ സാർ. അങ്ങനെയല്ല, കുറച്ചുകൂടി ഡയലോഗ് ഒറ്റ ഡയലോഗ് ഒരു 5 ഡയലോഗ് അടിക്കും, 400 പേര് ഒറ്റ അടിക്കും. ക്ലൈമാക്സ് ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേ വൈബിൽ തന്നെ ഉള്ള ഒരു ബോളിവുഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഒരു തെലുങ്ക് ബോളിവുഡ് മിക്സാണ്, ടോളിവുഡ് ബോളിവുഡ് സംഗമം. ലൂസിഫർ പറയുന്ന പോലെ മറ്റേ സൗത്തിലെ തീ നോർത്തിലേക്ക് പടർന്നു തുടങ്ങി സാർ. അതെ അതെ ഇല്ല ലാസ്റ്റ് എന്താ പറയുന്നത്, അങ്ങനെ എന്തല്ലേ പറയുന്നേ, സൗത്ത് നോർത്തിലെ കുറിച്ച് അറിയാം, സൗത്ത് അറിയാവുന്നു. അങ്ങനെ. അതെ, ഞാൻ ആരാണ് എന്താണ് എങ്ങനെയൊക്കെയാണ് എന്ന് പുള്ളി ആൾക്കാരെ അറിയിക്കും. ശരിയാ, പുള്ളി പഴയ പടങ്ങളൊക്കെ പണ്ട് ആസ്വദിച്ചിട്ടുണ്ടോ? ഞാൻ ബോർഡറൊക്കെ പണ്ട് മറ്റേ കുറെ പടങ്ങളുണ്ട് പുള്ളിക്ക് പഴയ കുറച്ച്. അതുപോലെ നമ്മുടെ ഭാഷയുടെ ഒരു റിപ്പ് ഓഫ് ഉണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പ്രിയങ്ക ചോപ്രയൊക്കെ അഭിനയിച്ചൊരു പടമുണ്ട്. അതിന്റെ പേര് എന്തായിരുന്നു? അതും ഞാൻ കുറെ തവണ റിപ്പീറ്റ് കണ്ടുള്ള ഒരു സിനിമ. സോൾജർ അനിയന്റെ പടമല്ല, സോൾജർ ബോബിഡികളുണ്ട്. കുറച്ചധികം തിരിച്ചു വന്ന് കത്ത് നിൽക്കുകയാണ്. ഇതില് നല്ല പടമായിരുന്നു ബോബിഡികൾ. ആക്ച്വലി നമ്മുടെ ബാലയുടെ പടത്തില് ഈ ബോർഡർ ഞാനവിടെ നോർത്തിൽ ഹോസ്റ്റലിലായിരുന്നപ്പോഴത്തേക്കും ബോർഡർ എല്ലാവരും കൂടെ ഒരു ഇവന്റ് പോലെ എന്നിട്ട് ഹോളില് ഈ മറ്റേ ഇതും സെറ്റ് ചെയ്ത് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ബോർഡർ കാണാൻ. അതിന്റെ ഓരോ മൊമെന്റ്സിൽ ബഹളവും ആ ലൈൻ അങ്ങനെ കാണുന്ന സ്ഥിരം കാണുന്ന പടങ്ങളിൽ ഒന്ന് ബോർഡറും 3 Idiots അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. കൾട്ട് ഈ ബോർഡർ എനിക്ക് തോന്നുന്നു കുറെ തവണ ഉണ്ട്. പണ്ട് ടിവിയിൽ സ്ഥിരം അതിലെ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ആ പാട്ടാണ് ആ പടത്തിന്റെ ഭയങ്കര വലിയ ഹൈലൈറ്റ് ശരിയാ. ഇപ്പൊ ഈ ബോർഡർ 2 ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു രീതിക്ക് മാർക്കറ്റിംഗ് ആയി മാറുന്നുണ്ട്. എല്ലാത്തിനും സെക്കൻഡ് വരുന്നുണ്ട്. അതെ, അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതാണ് ചോദ്യം. ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് ആ പേര് ഇപ്പം കുറച്ച് അതെ ആവശ്യമില്ലാത്ത സെക്കൻഡിലുണ്ട്. അപ്പോൾ ഏപ്രിൽ 18-ാം തീയതിയാണ്, 10-ാം തീയതി അല്ലേ? ഏപ്രിൽ 10-ാം തീയതിയാണ് ഈ പടം. ഏപ്രിൽ 10-ാം തീയതി. അപ്പം 3 സിനിമയാണ് റിലീസ്.
നമുക്കൊരു മൂവി മാരത്തോൺ ഓട്ടം തന്നെ വേണ്ടി വരും. രൺദീപാജിയുടെ വെടിക്കിട്ട്. എടാ രൺദീപ് ഉണ്ടേ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. പൊളിയായിരുന്നു. അത് കൊള്ളായിരുന്നു. രൺദീപൂടെ കൊള്ളാം. രൺദീപൂടെ ഒരു മിനിമം ഗ്യാരണ്ടി കേട്ടോ എവിടെ കാസ്റ്റ് ചെയ്താലും. പുള്ളി രസമാണ്. പുള്ളി ഇപ്പൊ വില്ലനായിട്ടൊക്കെ കാശ് മേടിച്ചിട്ടുണ്ട് പുള്ളിയെ കുറിച്ച്. സത്യം പറയാം, ഞാൻ ജെന്യുവൻ ഫാനാണ്. ഞങ്ങൾ നിർത്താൻ പോകുന്ന ഈ വീഡിയോ രൺദീപൂടെ കാണുന്നതാണ്. പുള്ളി ചോദിക്കേണ്ടത് രൺദീപ് അണ്ണൻ ഫാൻസ് അസംബിൾ. പണ്ട് ഞങ്ങൾ ജിസം 2 കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ കയറുന്നത്. ജിസം 2 കഥ വഴിമാറിപ്പോയല്ലോ. ഇടിപ്പളത്തിൽ പടം മാറി. അതായത് KFC ഒരു ബക്കറ്റ് ചിക്കനും എവിടെ മായജാലില് തമിഴ്നാട്ടില് അവിടെ പഠിച്ച സമയത്ത് രൺദീപൂടെ കാണാം. അത് ചിക്കനും നിന്ന് ഞങ്ങള് ജിസം അതേ കണ്ടുള്ളൂ. രൺദീപിന്റെ കണക്ക് കയറിയാൽ മതി. എന്തൊരു നന്മല്ലേ. അപ്പോൾ പടം വരട്ടെ, ജാട്ട് വരട്ടെ, നമുക്ക് നോക്കാം. ഏതായാലും ഇവിടെ റിലീസ് കാണുന്ന സണ്ണി അണ്ണന്റെ ഇടി. ആലപ്പുഴ റിലീസ് കാണാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ? കാണത്തില്ല. ഇവിടെ ചാവ് പോലും റിലീസായില്ലല്ലോ. കൊച്ചിയിലൊക്കെ പോയി കാണേണ്ടി വരും. ശരിയാ, കൊച്ചി ചെന്ന് കഴിഞ്ഞാൽ നല്ല ക്രൗഡിനെ കിട്ടും. ഇതിന് പറ്റിയ ക്രൗഡിനെ കിട്ടും. അവരോട് എന്ന് പറയാൻ കണ്ട കുറച്ച് കൈഡിയും പരിപാടിയൊക്കെ ടീംസ് കാണും.